ജനാധിപത്യ വ്യവസ്ഥയിൽ ജുഡീഷ്യറിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ കാലത്ത് കോടതി നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കണം. അതിന് പുതിയ സൗകര്യം സഹായകമാവും. തലശ്ശേരിയിൽ ജില്ലാ കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. Justice delays, justice denied എന്ന് പലപ്പോഴും പറയാറുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് 5 കോടിയോളം കേസുകളാണ് കോടതിയിൽ തീർപ്പാക്കാതെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് കുറച്ചുനാൾ മുൻപ് പരാമർശിച്ചത് നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. പരമാവധി നീതിപീഠത്തിന്റെ അധ്യക്ഷന്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാൻ. ജനാധിപത്യ വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറിനെയും പോലെ ജുഡീഷ്യറിക്കും വലിയ പ്രാധാന്യമാണ്. ചെക്സ് ആൻഡ് ബാലൻസസ് ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത് ജുഡീഷ്യറിയാണ്. കഴിഞ്ഞ 8.5 വർഷത്തിനുള്ളിൽ 105 കോടതികളാണ് കേരളത്തിൽ ആരംഭിച്ചത്. 2891 തസ്തികകളും സൃഷ്ടിച്ചു. കോടതികൾക്ക് വല്ലാത്ത സൗകര്യക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനത്തിന് പണമില്ലാത്തത് മറികടക്കാൻ കിഫ്ബിയിലൂടെ സാധിച്ചു. 90,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയത്. പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന 10 കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ നിർവഹിച്ചു. നീതി നടപ്പാക്കുന്നതിൽ ജുഡീഷ്യറിക്ക് മുഖ്യ സ്ഥാനമാണുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സ്പീക്കർ എൻ ഷംസീർ അധ്യക്ഷനായി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലാ കോടതിയാണ് തലശ്ശേരി ജില്ലാ കോടതിയെന്ന് സ്പീക്കർ പറഞ്ഞു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, ഹൈക്കോടതി ജഡ്ജിമാരായ എ മുഹമ്മദ് മുഷ്താഖ്, എ കെ ജയേന്ദ്രൻ നമ്പ്യാർ, ടി ആർ രവി, പി ബി കുഞ്ഞികൃഷ്ണൻ, ഷാഫി പറമ്പിൽ MP തുടങ്ങിയവർ സംസാരിച്ചു. 222 വർഷം പഴക്കമുള്ള തലശ്ശേരി ജില്ലാ കോടതിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയം കിഫ്ബി ഫണ്ടിൽ നിന്നും 57 കോടി രൂപ ചെലവഴിച്ചാണ് പണിതത്. നിലവിൽ ജില്ലാ കോടതി വളപ്പിൽ വിവിധ കെട്ടിടങ്ങളിലായി 14 കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 10 എണ്ണമാണ് പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറുക. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.